വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ചിത്രയോട് ദേഷ്യപ്പെട്ട ശേഷം വസുമതി പ്രീതിയോട് പറയുകയാണ്, നിന്നെ അർജുനിൽ നിന്നും ഞാൻ ഇനി ഒരിക്കലും പിരിക്കില്ല, അതിന് ആര് ശ്രമിച്ചാലും ഈ വസുമതി സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ കൈ ചേർത്ത് പിടിച്ചിട്ട്, ഇത് വസുമതി അമ്മയുടെ വാക്കാണ്, നിന്നെ പഴയതുപോലെ ഞാൻ എഴുന്നേൽപ്പിച്ച് നടത്തുക തന്നെ ചെയ്യും, ഇങ്ങനെ ഒരു അർജുനെ നിന്നിൽ നിന്നും പിരിക്കില്ല എന്നുള്ളൊരു വാക്ക് നീ എന്നിൽ നിന്നും കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കേട്ടപ്പോൾ നിനക്ക് നിന്റെ മനസ്സിലെ സന്തോഷം എത്രയാണെന്നും എനിക്ക് ഊഹിക്കാൻ കഴിയും. പക്ഷെ അത് നിനക്ക് പ്രകടിപ്പിക്കാനാകുന്നില്ലല്ലോ മോളെ എന്നും പറഞ്ഞ് പ്രീതിയുടെ നെറ്റിയിൽ അങ്ങ് തലോടുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് അമ്മയെന്നും പറഞ്ഞ് ചിത്ര വിളിക്കുകയാണ്. അന്നേരം നീ മിണ്ടിപ്പോകരുത്, പറയുന്നത് കേട്ടാൽ മതി, കൂടെ നിന്നാൽ മതി എന്നൊക്കെ വസുമതി ചിത്രയോട് ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് സ്നേഹത്തോടു കൂടി പ്രീതിയുടെ നെറ്റിയിലേക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് വസുമതി. അന്നേരം അതുകൊണ്ട് ചിത്രയും അന്തമിട്ടിരിക്കുകയാണ്. തുടർന്ന് വായെന്നും പറഞ്ഞ് ചിത്രയും വിളിച്ചുകൊണ്ട് ആ ഐസിയുവിൽ നിന്നും വസുമതി പുറത്തേക്ക് ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയാണ് പ്രീതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. പക്ഷെ യാതൊരു പ്രതികരണവും ഇല്ല. നിന്നെ പഴയതുപോലെ ഞാൻ എഴുന്നേൽപ്പിച്ച് നടത്തും, അതിന് എന്ത് കഠിന വ്രതം എടുത്തായാലും വേണ്ടില്ല, അത് പിന്നെ വേണ്ടി വസുമതി വ്രതം എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പ്രീതിയോട് വസുമതി പറയുന്നുണ്ട്. തുടർന്ന് പുറത്തേക്ക് എത്തുമ്പോൾ ഇനി എങ്ങനെയാ അടുത്ത കാര്യങ്ങളെന്ന് ശാലിനിയോട് വസുമതി ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾക്ക് സത്യാമ്മയുടെ അടുത്തേക്ക് പോകണം, തൽക്കാലം പ്രീതിയുടെ കാര്യം അറിയിക്കുന്നില്ല, നമ്മൾ പഞ്ചകൈലാസത്തിൽ നിന്നും തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്, ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, പ്രീതി വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കള്ളം പറയാം, അർജുനേട്ടൻ പ്രീതിയോടൊപ്പം ഇവിടെ നിൽക്കട്ടെ, സുസ്മിത എൻ്റെ കൂടെ വരട്ടെ എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് അത് കേൾക്കുമ്പോൾ സുസ്മിത അങ്ങ് സമ്മതിക്കുന്നുണ്ട്. അന്നേരം വസുമതി പറയുകയാണ്, എങ്കിൽ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാമെന്ന്. അന്നേരം അതൊന്നും പറഞ്ഞ് ഇങ്ങനെ അന്തം വിട്ട് അർജുനെ നോക്കിയാണ്. അർജുൻ്റെ മോളല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം, ചിത്ര കുഞ്ഞിനെ വാങ്ങുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയുടെ കയ്യിൽ നിന്നും ചിത്ര കുഞ്ഞിനെ വാങ്ങാനായിട്ട് പോകുമ്പോൾ ശാലിനി കൊടുക്കുന്നില്ല. അന്നേരം വസുമതി ദേഷ്യപ്പെടുകയാണ്, അങ്ങോട്ട് കൊടുക്കാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നേന്നും പറഞ്ഞ് ബലമായിട്ട് കുഞ്ഞിനെ ശാലിനിയുടെ കയ്യിൽ നിന്നും ചിത്ര അങ്ങ് വാങ്ങുകയാണ്. ഇതൊക്കെ അർജുൻ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അർജുന് സമ്മതം തന്നെയാണ് അമ്മയുടെ കൂടെ മോളെ അയക്കുന്നതിൽ. തുടർന്ന് ചിത്ര കുഞ്ഞിനെയും കൊണ്ട് വസുമതിയോടൊപ്പം അങ്ങ് പോവുകയാണ്. അന്നേരം കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കണ്ട് സുസ്മിതയ്ക്കാണ് ആശ്വാസം. ആശ്വാസമായി, ഇനി എന്തായാലും ആ കുട്ടിപ്പിശാചിൻ്റെ കീറ്റിൽ കേൾക്കണ്ടല്ലോ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ആശ്വസിച്ച് നിൽക്കുകയാണ്. പക്ഷേ കുഞ്ഞിനെ ഇങ്ങനെ ചിത്രം എടുത്തുകൊണ്ട് പോകുന്നത് സങ്കടത്തോടു കൂടി ശാലിനി അങ്ങ് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് ശാലിനി വസുമതിയുടെ പുറകെ ആൻറ്റി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടുകയാണ്. തുടർന്ന് നീ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ആൻറ്റി കുഞ്ഞെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് സങ്കടത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് വേണ്ടാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കണ്ട, ഇനി പ്രീതി ഇപ്പോൾ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റാലും ഇല്ലെങ്കിലും ഇത് അർജുൻ്റെ കുഞ്ഞ് തന്നെയാണ്, അതങ്ങനെ തന്നെയാണല്ലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവകാശം കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്കാണ് എന്നിങ്ങനെ വസുമതി അങ്ങ് ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം ഞാനൊരു അവകാശവാദത്തിന് വന്നതല്ലല്ലോ ആൻറ്റി എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അത് തന്നെയാണ് നിനക്ക് നല്ലത്, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് ചിത്രയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. തുടർന്ന് കാറിലേക്ക് കയറാൻ നേരം വസുമതി പറയുന്നുണ്ട്, ഇതിപ്പോൾ ആളുകൾ കണ്ടാ വിചാരിക്കുമല്ലോ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോവുകയാണെന്ന്. അങ്ങനെയൊക്കെ പിറുപിറുത്തുകൊണ്ട് വസുമതിയും ചിത്രയും കൂടി കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. പക്ഷേ കുഞ്ഞിനെ വിട്ടു പിരിയുന്നതിൽ സങ്കടത്തോടെ ശാലിനി അവിടെ നിൽക്കുകയാണ്. ഇതേ സമയം സുസ്മിത ചിന്തിക്കുകയാണ്, ഇതുവരെ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്ത് നിന്നത്, ഇനിയിപ്പോൾ സെൻറ്റിമെൻറ്റ്സും കേസും കൂട്ടവും ഒക്കെ ഉണ്ടാവും, അപ്പോൾ കുറച്ച് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് കൂടി വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഐസിൻ്റെ അവിടെ നിന്ന് അങ്ങ് ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് സരളയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ ഇപ്പോൾ നാട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞത്, അമ്മ എത്രയും പെട്ടെന്ന് ഭാമാൻ്റിയുടെ വീട്ടിലേക്ക് വരണമെന്ന്. അന്നേരം എന്താ മോളെ കാര്യമെന്ന് തിരക്കുമ്പോൾ അമ്മ വന്നാൽ മതി, അതൊക്കെ ഞാൻ പറഞ്ഞോളാമെന്നും പറഞ്ഞ് സുസ്മിത ഫോൺ വയ്ക്കുകയാണ്. അന്നേരം സരള ചിന്തിക്കുന്നുണ്ട്, ഇവളെന്തിനാണാവോ വരാൻ പറഞ്ഞതെന്ന്. തുടർന്ന് ഫോൺ വയ്ക്കുന്ന സുസ്മിത പറയുകയാണ്, ശാലിനി ഇനി നീ കാണാൻ പോകുന്നത് നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കളികളാണ് കാണാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇനി സരളയുമായിട്ട് എന്ത് പ്ലാനാണ് സുസ്മിത ഉണ്ടാക്കുന്നതെന്ന് അത് കണ്ടു തന്നെ അറിയണം. ഇതേസമയം ശാലിനി ഹോസ്പിറ്റലിനകത്തേക്ക് കയറിയിട്ടില്ല, വെളിയിലെ കസേരയിലിരുന്ന് കുഞ്ഞിനെ കൊണ്ടുപോയത് ഓർത്തൊക്കെ അങ്ങ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വസുമതിയും ചിത്രയും കൂടി തിരികെ വരുന്നത്. കുഞ്ഞാണെങ്കിൽ അങ്ങ് കരഞ്ഞ് ആകെ ബഹളമാണ്. തുടർന്ന് അവരെ കാണുമ്പോൾ ശാലിനി ഓടി ചെല്ലുകയാണ്. അന്നേരം ശാലിനിയെ കാണുമ്പോൾ കുഞ്ഞങ്ങ് കരച്ചിൽ നിർത്തുകയാണ്. തുടർന്ന് കുറേ നേരം വസുമതിയെ ശാലിനി നോക്കി നിൽക്കുമ്പോൾ ചിത്രയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാനായിട്ട് പറയുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് സ്നേഹത്തോടു കൂടി കുഞ്ഞിനെ വാങ്ങുകയും ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങ് വസുമതി
നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, അവള് കരയുമ്പോൾ ഉറക്കം വരുമ്പോൾ തോളിൽ കിടത്തിയിട്ട് തട്ടി കൊടുത്താൽ മതി, തൊട്ടിൽ കിടത്തുന്നത് മോൾക്ക് ഇഷ്ടമല്ല, ഇപ്പോൾ കുപ്പിപ്പാലാണ് കുടിക്കുന്നത്, അത് കുടിച്ചു വരുന്നതേ ഉള്ളൂ, കുറച്ച് കുടിക്കുമ്പോഴും മുഖം മാറ്റിക്കളയും, വീണ്ടും നിർബന്ധിച്ച് കുടിപ്പിക്കാൻ നോക്കിയാൽ കരച്ചിലാണ്, ശീലമായിട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവരുടെ കുറച്ച് സാധനങ്ങളുണ്ട്, കുളിക്കുന്ന സോപ്പ്, തേക്കുന്ന എണ്ണ, ഇഷ്ടമുള്ള ടവല്, അതൊക്കെ നമ്മൾ പഞ്ചകൈലാസത്തിൽ പോയപ്പോൾ ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ എടുത്തു തരാം. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവളെ ഉറക്കി കഴിഞ്ഞിട്ട് ഇവളെ ഞാൻ ഉറക്കി തരാം, അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി, ഉണർന്നിരിക്കുമ്പോൾ എന്നെ പിരിയാനായിട്ട് ഇവർക്ക് ചെറിയൊരു സങ്കടം കാണണം എന്നൊക്കെ കരഞ്ഞ് ശാലിനി പറയുകയാണ്. അതൊക്കെ വസുമതിയും ചിത്രയും അങ്ങ് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും, ഞാൻ ഉറക്കി തരാമെന്ന് പറയുകയാണ്. അന്നേരം വസുമതി ദേഷ്യത്തോടെ വേണ്ടാന്നിങ്ങനെ കൈയെടുത്ത് കാണിക്കുകയാണ്. അങ്ങനെ ശാലിനി തെല്ലെന്ന് പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ ഇത്രയുമൊക്കെ ഈ കുഞ്ഞിനെ പറ്റി പഠിക്കുകയും ഇത്രയും സ്നേഹവും ആത്മബന്ധവും ഒക്കെയുള്ള നിന്നെ ഉപേക്ഷിച്ചിട്ട് ഈ കുഞ്ഞിനെ നിന്നെ തമ്മിൽ എന്തിനാണ് പിരിക്കുന്നത്? ദൈവം ഒന്നും കാണാതെ ഒന്നും ചെയ്തില്ല, പ്രീതിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഇത്രയും സ്നേഹമുള്ള ഒരു ആൻറ്റിയെ ഇവൾക്ക് കൊടുത്തത്. പിന്നെ നിന്നിൽ നിന്നും എന്തിനാണ് ഈ കുഞ്ഞിനെ അടർത്തി മാറ്റിക്കൊണ്ട് പോകുന്നത്? ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മേലുള്ള അവകാശത്തിലോ അങ്ങനെയൊന്നും വേണ്ട, നീ തന്നെ നോക്കിക്കോ എന്ന് പറയുകയാണ് വസുമതി. അന്നേരം ശാലിനിക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. തുടർന്നും വസുമതി പറയുകയാണ്, നിൻ്റെയും കുഞ്ഞിനോടുള്ള ഈ സ്നേഹത്തിലും ആത്മബന്ധത്തിലും ഒക്കെ പുത്തേടത്ത് വസുമതി തോറ്റിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടു കൂടി കുഞ്ഞിനെ അങ്ങ് തലോടിയിട്ട് വസുമതിയും ചിത്രയും കൂടി അങ്ങ് തിരികെ പോവുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് ആകെ സന്തോഷമാകുന്നുണ്ട്. വീണ്ടും കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുകയാണ് ശാലിനി അവിടെ. തുടർന്ന് ശാലിനി കുഞ്ഞിനെ തിരികെ കൊണ്ടുവരുമ്പോൾ അമ്മ കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ട, ഞാൻ തന്നെ നോക്കിക്കൊള്ളാനായിട്ട് പറഞ്ഞു എന്ന് ശാലിനി പറയുമ്പോൾ അതെ, അത് തന്നെയാണ് നല്ലത് എന്ന് അർജുൻ പറയുകയാണ്. അതേസമയം സുസ്മിതയും തിരിച്ച് കയറി വരുമ്പോൾ കുഞ്ഞിനെ കാണുകയാണ്. അന്നേരം ഈ ചീവീടിൻ്റെ പിന്നെ ശബ്ദം കേട്ടിട്ട് സ്വൈര്യം കെട്ട് ഉറക്കമില്ലാതെ അവരിനി കൊണ്ട് കളഞ്ഞിട്ട് പോയതായിരിക്കും. 1 കോടി രൂപ മോചനദ്രവ്യം നൽകാമെന്ന് പറഞ്ഞ് ഇതിനെ തട്ടിക്കൊണ്ട് പോയാലും 1 രൂപ പോലും കൊടുക്കാതെ അവരിനി തിരിച്ചു കൊണ്ടാക്കും. അത്രയ്ക്കുണ്ട് ഇതിൻ്റെ കീറ്റലെന്ന് പറഞ്ഞ് സുസ്മിത അവിടെ ആ വാതൊക്കെ തന്നെ ചിന്തിച്ചിരിക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട് സുസ്മിത എവിടെയെന്ന്. അങ്ങനെ അർജുൻ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ സുസ്മിതയെ കാണുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം സത്യമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നത്, കുഞ്ഞിനെ ശാലിനി കൊണ്ടുപോവുകയാണല്ലേ, ഞാൻ മോളെ ഒന്ന് എടുത്തോട്ടെ എന്നും പറഞ്ഞ് അർജുന് കുഞ്ഞിനെ വാങ്ങിയിട്ട് അങ്ങ് ചേർത്ത് പിടിക്കുകയും മുത്തം കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ അങ്ങ് തിരികെ ശാലിനിയുടെ കൈ കൊടുക്കുന്നുണ്ട്. ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് സഹിക്കാതെ സുസ്മിത മുഖം തിരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഞങ്ങൾ സത്യമ്മയുടെ അടുത്തേക്കല്ല, രോഹിത്തിൻ്റെ അടുത്ത് വീട്ടിലേക്കാണ് പോകുന്നത്, അവിടെ മകൻ തിരിച്ചു വരുന്നതും കാത്ത് ഒരമ്മ ഇരിപ്പില്ലേ, നടന്ന സംഭവങ്ങളൊക്കെ പറയണം എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ്, മകൻ തിരിച്ചു വരില്ല എന്നുള്ളത് അവരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തതുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് സുസ്മിത ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം പോകാമെന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി ശാലിനി അവിടെ നിന്നും പോവുകയാണ്. അന്നേരം ആകെ വീണ്ടും വിഷമിച്ച് ഐസിയുവിൻ്റെ അവിടെ കസേരയിൽ തന്നെ അർജുൻ ഇരിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയും സുസ്മിതയും കൂടി കുഞ്ഞിനെയും കൊണ്ട് രോഹിത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അന്നേരം രോഹിത്ത് വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് പത്മാവതി അമ്മ അങ്ങ് ഇറങ്ങുമ്പോൾ അവരങ്ങ് സുസ്മിതയും ശാലിനിയും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. ആഹാ, നിങ്ങൾ എന്താ വരാൻ വൈകിയത്, എത്ര നേരമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാത്തിരുന്ന് കണ്ണ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുറകിലേക്ക് നോക്കിയിട്ട് അവരൊക്കെ എവിടെ, പ്രീതിയും അർജുനും പിന്നെ രോഹിത്തും വിഷ്ണുവിനെയും കാണാനില്ലല്ലോ, അവരൊക്കെ വേറെ വണ്ടിയിൽ വരികയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് പത്മാവതി അമ്മ അങ്ങ് പിന്നിലേക്ക് നോക്കുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് കരഞ്ഞ് സങ്കടമൊക്കെ അഭിനയിച്ച് നിൽക്കുകയാണ്. ശാലിനി ഒരു ഉത്തരവും പറയാതെ നിൽക്കുകയാണ്. തുടർന്ന് പത്മാവതിയമ്മ അങ്ങ് മുറ്റത്തേക്ക് നോക്കുമ്പോൾ പോലീസ് വണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അന്നേരം പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. സുസ്മിത തെല്ലൊന്ന് ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം എന്താന്ന് പത്മാവതിയമ്മ ചോദിക്കുമ്പോൾ ശാലിനി ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുകയാണ്. അത്രയും ആകുമ്പോഴേക്കും എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി പോലീസ് വന്ന് എന്താണ് പറയുന്നത്, ഇനി സുസ്മിത അതിനെ എതിർത്തും എന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.